നമസ്കാരം. എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഒരു കാലത്ത് ഒരു ഗ്രാമം മുഴുവൻ മുങ്ങിക്കുളിക്കാൻ ആശ്രയിച്ചിരുന്നതാണ് വടക്കാഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലെ അമ്പലക്കുളം. ദിവസവും നേരം പുലരുന്നതോടെ വടക്കാഞ്ചേരിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആളുകൾ അമ്പലക്കുളത്തിൽ എത്തും. സ്ത്രീകളടക്കമുള്ളവർ കുളിക്കാനായി ഈ ക്ഷേത്രക്കുളത്തിലെത്തിയിരുന്നു. ആദ്യകാലങ്ങളിൽ രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിലെ ശാന്തിക്കാർ വരെ ശിവക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ശുദ്ധി വരുത്തിയാണ് പൂജാകർമ്മങ്ങൾ ചെയ്യാറുള്ളത്. വടക്കാഞ്ചേരി നിവാസിയായിരുന്ന മുൻ DGP AV വെങ്കടാചലം മുൻകൈയെടുത്ത് ക്ഷേത്രക്കുളം നവീകരിച്ചിരുന്നു. കൊച്ചി മഹാരാജാവും വടക്കാഞ്ചേരി ശിവക്ഷേത്രവും ക്ഷേത്രക്കുളവുമായി ബന്ധപ്പെട്ട് ചില ചരിത്രങ്ങളും നിലവിലുണ്ട്. കൊച്ചി മഹാരാജാവ് ക്ഷേത്രക്കുളത്തിൽ നടക്കുന്ന ഭഗവാന്റെ ആറാട്ട് കാണാനായി വന്നിരുന്നതായി പറയപ്പെടുന്നു. ഇപ്പോൾ ബോയ്സ് ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൊച്ചി രാജാവിൻ്റെ പാലസായിരുന്നു. തമിഴ് ബ്രാഹ്മണർ തിങ്ങിപ്പാർത്തിരുന്ന വടക്കാഞ്ചേരി ഗ്രാമത്തിലെ ക്ഷേത്രക്കുളം ഏറെ ആകർഷണീയമായിരുന്നു. നീന്തി കുളിക്കുവാനും നീന്തൽ പഠിക്കുവാനുമായി കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ വടക്കാഞ്ചേരിയിലെ അമ്പലക്കുളത്തിൽ എത്തുക പതിവായിരുന്നു. 3 കടവുകളാണ് ക്ഷേത്രക്കുളത്തിൽ ഉള്ളത്. ഒന്ന് പുരുഷന്മാർക്കും മറ്റൊന്ന് സ്ത്രീകൾക്കും, മൂന്നാമതായി ക്ഷേത്രത്തിലെ ശാന്തിക്കാർക്കുമാണ്. അടുത്തിടെയായി ക്ഷേത്രക്കുളത്തിൽ കുളിക്കാൻ വരുന്നവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. എണ്ണ തേച്ച് ക്ഷേത്രക്കുളത്തിൽ നീന്തി കുളിക്കുന്നതിൻ്റെ ആരോഗ്യരഹസ്യം വെളിപ്പെടുത്തുകയാണ് കഴിഞ്ഞ 50 വർഷമായി ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനെത്തുന്ന PN ഗോകുലൻ. വടക്കാഞ്ചേരി നഗര മധ്യത്തിലുള്ള വടക്കാഞ്ചേരി ശിവക്ഷേത്രത്തിൻ്റെ കുളക്കരയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നൂറ്റാണ്ടുകളായി നമ്മുടെ പൂർവികരൊക്കെ കുളിച്ചിരുന്ന ഇന്നത്തെ സ്ഥലം കുളിക്കാനുള്ള ആളുകളില്ലാത്തതിൻ്റെ വളരെയധികം ഒരു കുറവുണ്ട്. കൊല്ലങ്ങൾക്ക് മുമ്പ് DGP വടക്കാഞ്ചേരിയിൽ നിന്നും കേരളത്തിലേക്ക് ആകെ നമ്മൾ ഉയർന്ന് എഴുന്നേൽപ്പിച്ച DGP AV വെങ്കടാചലത്തിൻ്റെ നേതൃത്വത്തിൽ ഈ കുളം നവീകരിച്ച് വളരെ ഭംഗിയാക്കി 4 ഭാഗം ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കി കടവുകളൊക്കെ ഒന്നാന്തരാക്കി എന്ന് വെച്ചാലും ഇവിടെ ഇത് ഉപയോഗിക്കുന്നവർ ഇന്നത്തെ കാലത്ത് ഈ പുതിയ തലമുറയിൽ വളരെ കുറവാണ് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ശാരീരികമായ ഗുണങ്ങൾക്കൊക്കെ ഒരു മുങ്ങിക്കുളി ആയുർവേദത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. എണ്ണ തേച്ച് മുങ്ങിക്കുളിയാണ് എല്ലാ രോഗത്തിനും ശാന്തി എന്ന് മനസ്സിലാക്കാതെയാണ് പുതിയ തലമുറ ഞങ്ങളുടെ വീട്ടിൽ 4 ബാത്റൂമുണ്ട് 5 ബാത്റൂമുണ്ട് എന്നുള്ള വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ മരുന്നുകൾ കഴിച്ചുകൊണ്ട് അകാല വൃദ്ധരായി നടക്കുന്ന ഒരു ജനസമൂഹത്തിനെ കാണുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. ഏകദേശം ഒരു 50 കൊല്ലത്തോളമായി ഞാൻ സ്ഥിരമായി ഈ കുളത്തിൽ കുളിക്കുന്ന ഒരാളാണ്. ഒരു ഏപ്രിൽ മെയ് 2-3 മാസം മാത്രമേ ഇവിടെ വെള്ളം കുറയുന്നതുകൊണ്ട് കാര്യമായിട്ട് കുളിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ഈ ഇത്രയും വൃത്തിയുള്ള ഒരു ശുദ്ധജല തടാകത്തിനെ വേണ്ട വിധത്തിൽ നമ്മുടെ നാട്ടുകാർ ഉപയോഗിക്കാതിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അതൊരു തെറ്റായ രീതി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കാലത്ത് നടക്കുമ്പോൾ കാലിൻ്റെ മസിലിന് മാത്രമേ അതുകൊണ്ട് ഗുണമുള്ളൂ എന്നുള്ളതാണ് വിദഗ്ധരൊക്കെ പറയുന്നത്. ബാക്കി ശരീരത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങൾക്ക് ഒരു കാര്യമില്ല ഈ നടത്തം കൊണ്ട് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത്, നിങ്ങളൊക്കെ ഈ കുളത്തിൽ വന്നൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിനും കാലിനും കഴുത്തിനും തലയ്ക്കും മറ്റുള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും ഒരു ഉണർവുണ്ടാകും. നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവൻ കഴിയാനുള്ള ഊർജ്ജം ഈ കാലത്ത് ഒരു കുളിയിൽ നിന്ന് അമ്പലക്കുളത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കുളത്തിലേക്ക് വരണം. ഈ കുളത്തിൻ്റെ പരിരക്ഷയെ സംബന്ധിച്ചും പഴയ കാലത്തെ പോലെ കൊച്ചിൻ ദേവസ്വം ബോർഡ് വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഇതിൻ്റെ 4 പുറം നമ്മൾ നടന്നു നോക്കിയാൽ മനസ്സിലാവും. കുളം ഇപ്പോഴും ഒന്നാന്തരമാണ്. അതേപോലെ തന്നെ 3 കടവുണ്ട്. പഴയ കാലത്തൊക്കെ ഉണ്ടാക്കി വെച്ച 3 കടവ്, അതായത് പൊതുജനങ്ങൾക്കൊരു കടവ്, സ്ത്രീകൾക്കൊരു കടവ്, അമ്പലത്തിലത്തെ പൂജാരിമാർക്ക് ഒരു കടവ്. പക്ഷേ അടുത്ത കാലത്തൊന്നും പൂജാരിമാർ ഇവിടെ കുളിച്ചിട്ടാണ് മറ്റേ അമ്പലം തുറക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ കാലത്തൊക്കെ പൂജാരിമാർ കാലത്തും വൈകുന്നേരത്തെ നട തുറക്കുന്നതിന് മുമ്പും ഈ കുളത്തിൽ കുളിച്ചതിന് ശേഷമാണ് നട തുറക്കാറ്. കാലഘട്ടത്തിൻ്റെ വ്യത്യാസമായിരിക്കാം. എന്തായാലും വളരെ ആൾക്കാരെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ അനാഥരായ ചില ആൾക്കാർ വന്ന് ഇവിടെ കുളിക്കുന്നുണ്ട്. ആ കുളി തന്നെ ഒരു തരത്തിൽ കുളത്തിന് ദോഷമാണ്. അവരുടെ ഷേവിയിലും മറ്റേ വസ്ത്രങ്ങളലക്കലൊക്കെ എന്തായാലും ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അത്തരത്തിലുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഈ കുളത്തിൽ. നമ്മുടെ ഈ വടക്കാഞ്ചേരി ചുറ്റുപാടുള്ള ആൾക്കാർ ആരും വരുന്നില്ല. പക്ഷേ വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരുടെ ശരീരത്തിനെ ആലോചിച്ചിട്ടെങ്കിൽ അവരെല്ലാവരും വന്ന് ഈ കുളത്തിൻ്റെ ഭംഗി, ഈ കുളത്തിൻ്റെ നമുക്ക് തരുന്ന സൗഖ്യത്തിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അമ്പലക്കുളം സംശുദ്ധമായ ജലമാണെങ്കിൽ അമ്പലത്തിൻ്റെ 4 പുറം വൃത്തികേടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമുക്ക് വന്ന് നോക്കിയാൽ അറിയാം.
കാരണം അത് എന്തായാലും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ഒരു അനാസ്ഥ തന്നെയാണ്. അമ്പലത്തിൻ്റെ സംശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ അമ്പലത്തിൻ്റെ പരിസരവും നന്നാവണമല്ലോ. ഈ കുളത്തിൻ്റെ 4 ഭാഗവും കൊച്ചിൻ ദേവസ്വത്തിൻ്റെ കീഴിൽ തന്നെയാണ്. പക്ഷെ അത് വേണ്ടത്ര വിധത്തിൽ പരിരക്ഷിക്കുന്നില്ല എന്നുള്ളത് ഇവിടെയൊക്കെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇപ്പോഴൊക്കെ നമ്മൾ ദിനപത്രങ്ങൾ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ മരണം നടക്കുന്നത് ഒന്നുകിൽ വെള്ളത്തിൽ മുങ്ങി മരിച്ചു, അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഈ പുതിയ തലമുറയിൽപ്പെട്ട പലരും ഇത്തരത്തിലുള്ള ഒരു മരണം മരിക്കാൻ വളരെ കുറച്ച് ശതമാനം പേരെ ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ നീന്താൻ പറ്റാത്ത അത്രയും ഒഴുക്കുള്ളതിൽ മാത്രമേ പഴയ തലമുറ ഒഴുക്കിൽപ്പെടുകയുള്ളൂ. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നീന്തൽ ചെറുപ്പത്തിലേ പഠിച്ചത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ പരിസരത്തുള്ള പുഴയിലൊക്കെ കുളിക്കാൻ പറ്റില്ലെങ്കിലും നമ്മുടെ അമ്പലക്കുളം പോലെയുള്ള ജലാശയങ്ങളെ അവർക്ക് നീന്തൽ പഠിക്കാവുന്നേ ഉള്ളൂ. ഇത്തരത്തിലുള്ള അകാല മൃത്യുവിൽ നിന്നും രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കുളത്തിൽ കുളിക്കുന്നതിനോടുള്ള ബന്ധപ്പെട്ട നമുക്ക് ഒരുപാട് ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു മരണത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളത് കൂടി ഈ സമയത്ത് പ്രസ്താവികമാണ്. വിശാലമായി കിടക്കുന്ന ക്ഷേത്രക്കുളത്തിന്റെ സമീപ പ്രദേശങ്ങൾ വൃത്തിഹീനമാണ്. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഒഴിഞ്ഞ മദ്യക്കുപ്പികളും മൊന്തയും കാടും പിടിച്ചു കിടക്കുന്ന ചെടികളും കൊണ്ട് വൃത്തിഹീനമായ നിലയിലാണ് ക്ഷേത്രക്കുളത്തിന്റെ ചുറ്റുപാടുകൾ. ക്ഷേത്രക്കുളം സംരക്ഷിക്കണമെന്ന ഭക്തജനങ്ങളുടെ ആവശ്യം ശക്തമാണ്. പണ്ടുകാലങ്ങളിൽ ഒരു പൈസ പോലും ചിലവില്ലാതെ ക്ഷേത്രക്കുളത്തെ നീന്തൽ പഠിച്ചവർ ഏറെയാണ്. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്